അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ബീഫ് കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നത്? ബീഫ് കഴിക്കുമോ കഴിക്കില്ല എന്നൊക്കെ ഉള്ള ഓരോരുത്തരുടെ ചോയ്സാണ്. BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന്. അത് BJPയിലുള്ള ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല, അവരുടെ വിശ്വാസപ്രകാരം കഴിക്കുന്നില്ല. ചിലർക്ക് അലർജി ഉള്ളതുകൊണ്ട് കഴിക്കാത്തതായിരിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി വരും. ബീഫ് അലർജി ഉണ്ടാക്കുന്ന ഒരു മാംസവും കൂടിയാണ്. അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ ഇറച്ചിയും എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. ചിലർക്ക് മുട്ട കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് മറ്റേതെങ്കിലും മാംസം കഴിക്കാം. മാംസമേ കഴിച്ചാൽ പ്രശ്നമുള്ളവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സും ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെയാണ്. ഇപ്പോൾ ഇയാളെ പോലുള്ള വിവരമില്ലാത്തവന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ നടത്തുന്നത് മനസ്സിലിരിക്കുന്ന വർഗീയതയുടെ ഭാഗമാണ്. കാരണം ഈ വർഗീയത ഇപ്പോൾ ഇവൻ്റെ മനസ്സിലെ കിതാബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവൻ്റെ കാഫറിനെ കൊന്ന സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ, ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. ആ കിതാബി പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ പറയുന്ന പല ഭീകര സംഘടനകളും എന്നുള്ളത് കൂടി അറിയാമല്ലോ. അപ്പോൾ ആ സ്വഭാവവും ആ മനസ്ഥിതിയും വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്ന് ആൾക്കാരോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു ഇതുപോലെ ആൾക്കാർ പെരുമാറും. അപ്പോൾ അത് സഹിച്ചോണം എന്നേ പറയാൻ കഴിയുള്ളൂ. അതല്ല, അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടിയില്ലേ, ഇപ്പോൾ ഷിയാസ് കരീം ഇതൊരു കാര്യം പറയുന്നു, അതിന് മറുപടി വരുന്നുണ്ട്. മറുപടി വന്നതിന് ശേഷമുള്ള ബാക്കി സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിന് ഒരു CPM-ൻ്റെ ഒരു പരിവേഷം വരുന്നത്. മതേതരത്വം വിളമ്പുന്നവർ ഇവരാണല്ലോ. അപ്പോൾ ഈ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകളിൽ മുഴുവനും ഇത് ഈ ഒരു ഇന്നത്തെ ദിവസം ഷിയാസ് കരീം തൂക്കി. എങ്ങനെയാണ് ഇത് തൂക്കുന്നത് എന്ന് മനസ്സിലാവും. ബീഫ് കഴിക്കാൻ പോയത് കൊണ്ടാണോ, അതുകൊണ്ട് ചെളിയിൽ താമര വിരിയുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ, അതോ പന്നി കഴിക്കും, വേവിച്ചാലും കിതാബിൽ പറയുന്നത് കൊണ്ട് കഴിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ, ഏതുകൊണ്ടാണ് ഷിയാസ് കരീം ഇത് തൂക്കിയതെന്ന് കൂടി ഇവർ പറയണ്ടേ?